ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളും ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മുഖമുദ്രയാണ് എന്ന് നമുക്കറിയാം. ഈ വർഷത്തിൻ്റെ പീഡാനുഭവ സ്മരണ പ്രാർത്ഥനകളിലേക്കും ധ്യാന വിചാരങ്ങളിലേക്കും നമ്മൾ പ്രവേശിക്കുകയാണ്. സാൽവേഷൻ ആർമി അന്തർദേശീയമായി തന്നെ ഈ ദിനങ്ങളെ വചനവിചാരങ്ങളുടെ പരമ്പരയായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. ലവ് സ്റ്റോറി എന്ന തലക്കെട്ടോടുകൂടി ഈ ധ്യാന വിചാരങ്ങൾ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിതരായി ഏറ്റെടുക്കുവാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ ചിന്ത നമുക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത് വാട്ട് ഈസ് ദ ട്രൂ ലവ് എന്ന ഒരു ആപ്തവാക്യമാണ്. സ്നേഹത്തിൻ്റെ പര്യായമാണ് ക്രൈസ്തവ ദർശനം, നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ കേവലം ഒരു ദർശനത്തിൻ്റെ ആശയത്തിൻ്റെ ഭാഗം മാത്രമായിട്ടല്ല സ്നേഹം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത്. ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ സ്നേഹം നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തുകയായിരുന്നു. ഉദാത്തമായ ഒരു ആശയം മാത്രമാകരുത് സ്നേഹം. ആ സ്നേഹത്തെ പിന്തുടർന്ന് സ്നേഹത്തിൻ്റെ വഴികളിൽ ജീവിക്കുമ്പോൾ മാത്രമേ സത്യ സ്നേഹമായിട്ട് ക്രൈസ്തവ ദർശനം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരികയുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സമൂഹത്തിന് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 13-ാം അധ്യായം സ്നേഹത്തിന് വേണ്ടി തന്നെ ഒരു അധ്യായം ഒരുക്കിയിരിക്കുകയാണ്. ആ അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എങ്ങനെ സത്യസ്നേഹത്തെ സ്ഫുടം ചെയ്തെടുക്കാമെന്ന് അപ്പോസ്തലൻ വ്യക്തമായിട്ട് നമുക്ക് ആലോചന നൽകുന്നു. അദ്ദേഹം പറയുന്നത്, സത്യസ്നേഹം ചില കാര്യങ്ങൾ ചെയ്യുന്നില്ല, സത്യസ്നേഹം ചില കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു വിവേചനത്തിൻ്റെ തിരിച്ചറിവിലാണ് ക്രൈസ്തവ സത്യ സ്നേഹം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. സ്നേഹത്തെക്കുറിച്ച് അപ്പോസ്തലൻ്റെ വചനങ്ങൾ ശ്രേഷ്ഠകരമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു എന്നാണ്. ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ് സ്നേഹം. തുടർന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല. ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൂടിയാണ് സത്യസ്നേഹമെന്ന് ഈ വചനം വെളിപ്പാട് നൽകുകയാണ്. തുടർന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ആത്മീയ വിചാരങ്ങൾ, സ്നേഹം എല്ലാം ക്ഷമിക്കുന്നു, സ്നേഹം എല്ലാം സഹിക്കുന്നു, സ്നേഹം എല്ലാം പൊറുക്കുന്നു, സ്നേഹം എല്ലാം പ്രത്യാശിക്കുന്നു. ശ്രേഷ്ഠകരമായ ചില കാര്യങ്ങൾ കൂടി ചെയ്യുന്നതും കൂടിയാണ് സ്നേഹം. ആ സ്നേഹത്തെ, ക്രൈസ്തവ ദർശനത്തിൻ്റെ സത്യസ്നേഹത്തെ സ്ഫുടം ചെയ്തെടുത്ത് ജീവിതത്തിൻ്റെ വഴികളിൽ ആത്മീയതയുടെ ഔന്നത്യത്വങ്ങൾ കരസ്ഥമാക്കുവാൻ ഈ പീഡാനുഭവ സ്മരണ നാളുകൾ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വർഷത്തിൻ്റെ പീഡാനുഭവ സ്മരണകളിൽ നിറയാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.